എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ബേക്സ് ഡിലൈറ്റ്സിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടോക്കിയോയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് മൗണ്ട് ഫുജി വിസിറ്റ് ചെയ്യാനായിട്ടാണ്. 3776 മീറ്റർ ഉയരമുള്ള ഈ മൗണ്ട് ഫുജി ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പർവ്വതമാണ്. ദുബായിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് ഞങ്ങൾക്ക് ഈ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ഈ മൗണ്ട് ഫുജിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഗൈഡും വന്ന് നിൽപ്പുണ്ടായിരുന്നു. മൗണ്ട് ഫുജിയിലേക്ക് ഒരു 2.5 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പം കാഴ്ചകളൊക്കെ നന്നായിട്ട് റെക്കോർഡ് ചെയ്യാനൊക്കെയുള്ള സൗകര്യത്തിനായിട്ട് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് ഫ്രണ്ടിലത്തെ സീറ്റൊക്കെ ഒഴിഞ്ഞു തന്നു. ഇത് കണ്ടോ, യൂണിഫോം ധരിച്ച കുറച്ച് ആൾക്കാർ കുറേ ട്രോളികൾ ഉന്തിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ അതിൽ നിറയെ കുഞ്ഞു പിള്ളേരാണ്. ഈ നഴ്സറിയിൽ പഠിക്കുന്ന 2-3 വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ. കാലാവസ്ഥയും റോഡും ഒക്കെ പരിചയപ്പെടുത്താനായിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെ കൊണ്ടു നടക്കുന്ന പതിവ് ഇവിടെ ഉണ്ടത്രേ. അതുപോലെ തന്നെ സ്കൂളിലേക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സ്കൂൾ ബസ്സിലൊന്നും അല്ല സ്കൂളിൽ പോകുന്നത്, അവർ നടന്നാണ് പോകുന്നത്. അങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഒരു നാഷണൽ ഹൈവേയിൽ കൂടിയാണ്. ജപ്പാനിലെ ജനങ്ങൾ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടും ഒക്കെ യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഒരു ട്രാഫിക് ബ്ലോക്ക് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഇതേവരെ ഇവിടെ അനുഭവപ്പെട്ടില്ല. നമ്മളിപ്പോൾ പാസ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ് കവാസാക്കി. മോട്ടോർ സൈക്കിളൊക്കെ ഉണ്ടാക്കുന്ന ആ കവാസാക്കി ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഇത്. അപ്പം ഇവിടെ ഇത് മാത്രമല്ല, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹിറ്റാച്ചി, തോഷിബ, ഫുജി ഇലക്ട്രിക്സ്, നിപ്പോൺ സ്റ്റീൽ ഇതൊക്കെ നിർമ്മിക്കുന്ന സ്ഥലമാണ് ഈ ഒരു കവാസാക്കി ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പറയുന്നത്. അങ്ങ് അകലെ ഇപ്പം മൗണ്ട് ഫുജി നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നല്ല സൂര്യപ്രകാശത്തിൽ ഈ മഞ്ഞിങ്ങനെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല കോണിക്കൽ ഷേപ്പിൽ മോൾ ഭാഗത്ത് നല്ല എന്നും മഞ്ഞ് പൊതിഞ്ഞു കിടക്കുന്ന പ്രത്യേക രൂപവും ഭംഗിയുമായിരിക്കാം ജാപ്പനീസ് ജനതയുടെ മനസ്സിൽ മൗണ്ട് ഫുജിക്ക് ഇത്രയേറെ സ്ഥാനം കൊടുക്കാൻ കാരണമായത്. ജപ്പാന്റെ ഒരു സീക്രട്ട് സിംബലാണ് മൗണ്ട് ഫുജി. ഇപ്പോൾ എല്ലാവരും ഒരു മ്യൂസിക് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ റോഡിൽ നിന്നും കേൾക്കുന്ന മ്യൂസിക്കാണ്. അതായത് ജപ്പാനിലെ മെലഡി റോഡ്സ്. നേരത്തെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അറിയാമെങ്കിൽ നമ്മൾ ആ സമയത്ത് മിണ്ടാതിരുന്നേനെ ഈ മ്യൂസിക് കേൾക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഈ മ്യൂസിക് നമുക്ക് കേൾക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരമാണ് ഇവിടെ കേട്ടത്. ശരിക്കും റോഡിൽ ചെറിയ ഗ്രൂവ്സ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കറക്റ്റ് സ്പീഡിൽ വാഹനങ്ങൾ അതിൻ്റെ മുകളിൽ കൂടി ഓടുമ്പോൾ ആ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വൈബ്രേഷൻസ് ആണ് സോങ് ആയിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ കേൾക്കാൻ സാധിക്കുന്നത്. മൗണ്ട് ഫുജിയിലേക്ക് വരുന്നവർക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ടുള്ള ഒരു വെൽക്കം സോങ് ആണ് ഇപ്പൊ നമ്മൾ കേട്ടത്. 3770 മീറ്ററോളം ഉയരമുള്ള ഈ മൗണ്ട് ഫുജിയുടെ ഒരു 2400 മീറ്റർ ഉയരത്തിൽ വരെ നമുക്ക് കാർ മാർഗം ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നടന്ന് കയറേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഈ 5th സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ടാണ് പുറപ്പെട്ടത്. പക്ഷേ ഇവിടെ ഈ ഗേറ്റിൽ വെച്ച് ഇവർ പറയുകയാണ്, ഇന്നലെ ഹെവി സ്നോഫോൾ ഉണ്ടായിരുന്നത് കൊണ്ട് 5th സ്റ്റേഷൻ ക്ലോസ് ചെയ്തു, വിസിറ്റേഴ്സിന് 4th സ്റ്റേഷൻ വരെ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ എന്ന്. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഇച്ചിരി ഡിസപ്പോയിന്റഡ് ആയി പെട്ടത്. എങ്കിലും ഇവിടെയെങ്കിലും വരാൻ സാധിച്ചതല്ല ഒന്നോർത്തുകൊണ്ടുള്ള സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ വളഞ്ഞു പൊളഞ്ഞ വഴികളിലൂടെ ഞങ്ങൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമുദ്രനിരപ്പിൽ നിന്നും 2020 മീറ്റർ ഉയരത്തിലുള്ള മൗണ്ട് ഫുജിയുടെ 4th സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് എന്നതുപോലെയാണ് നമ്മൾ അതിൻ്റെ ടോപ്പ് ഭാഗം കാണുന്നത്. പക്ഷേ അവിടേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഏകദേശം 5 കിലോമീറ്ററോളം നമ്മൾ നടന്നാലേ നമ്മളതിൻ്റെ മുകളിലെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഒത്തിരി ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു അരഞ്ഞാണം പോലെ മൗണ്ട് ഫുജിയുടെ ചുറ്റും നമുക്ക് മേഘവലയം കാണാമായിരുന്നു. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഈ മേഘവലയത്തിന് മുകളിലാണ്. ഇവിടെ സമയം ഏകദേശം 12 മണിയോളം ആയിട്ടുണ്ട്. എങ്കിലും നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. അപ്പോൾ അവിടെ കുറച്ച് സമയമൊക്കെ നല്ലതുപോലെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിച്ചു. ഇതാണ് ഫുജി ഹേവ പീസ് പാർക്ക്. ഇതൊരു മുട്ടക്കുന്ന് പോലത്തെ ഒരു പ്രദേശമാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നിന്നാണ് മൗണ്ട് ഫുജിയുടെ നല്ല ഒരു വ്യൂ കിട്ടുന്നതെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ ഗൈഡ് ഇവിടെ കൊണ്ടുവന്നത്.
ഈ മൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മൗണ്ടാണ്. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ബുദ്ധ ടെമ്പിൾ കാണാം. ശ്രീ ബുദ്ധൻ്റെ ചിതാഭസ്മം, ഇവിടെ ചിതാഭസ്മത്തിൻ്റെ ഒരു അംശം ഈ ടെമ്പിളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ ടെമ്പിളിനും കാണുന്നത് പോലെ ഇവിടെയും ഒരു പ്രവേശന കവാടമുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു പടുകൂറ്റൻ ബെല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് റിങ് ചെയ്തിട്ടാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. ജപ്പാൻ വളരെ മനോഹരമാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു. പക്ഷേ അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആ ജനതയുടെ നീറ്റ്നെസ് ആണ്. എവിടെയും ഒരു പേപ്പറോ ഒന്നും കാണത്തില്ല. അന്നേരം നമ്മൾ ഓർക്കും അവിടെ എല്ലായിടത്തും വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചേക്കുമായിരിക്കും, ആൾക്കാരെല്ലാം അതിനകത്തായിരിക്കും ത്രോ ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങനെയുമല്ല, എവിടെയും ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. അവനവരുടെ വേസ്റ്റ് അവനവൻ തന്നെ ഒരു ചെറിയ ബാഗിലാക്കി കയ്യിൽ പിടിക്കുകയാണ്. അപ്പം ഇവിടെ കണ്ടോ, ഈ ഒരു വലിയ ഏരിയയാണ്, ഇഷ്ടംപോലെ ഇലകൾ വീഴുന്നുണ്ട്, എങ്കിലും അവരത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത് കണ്ടോ. ഇവിടെ വന്നപ്പോഴും പ്രകൃതി ഞങ്ങൾക്കെതിരെ ഒരു പാര വെച്ചിരിക്കുന്നു. ഇത് കണ്ടോ, ഇവിടുന്നാണ് കറക്റ്റ് ഈ മൗണ്ട് ഫുജിയുടെ വ്യൂ കിട്ടുന്നത്. പക്ഷേ ഈ ക്ലൗഡ് അതിൻ്റെ വ്യൂ മറച്ചേക്കുകയാണ്. പക്ഷേ ഈ ക്ലൗഡിൻ്റെ ഇടയ്ക്കൂടെ നമുക്കതിൻ്റെ ചെറിയൊരു ഭാഗം കാണാം. കുറേ നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു ഈ ക്ലൗഡൊന്ന് മാറുമോ എന്നറിയാനായിട്ട്. പക്ഷേ വേറൊരു രക്ഷയില്ല, ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് മനസ്സോടെ ഞങ്ങൾ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. ഇനി നമ്മൾ പോകുന്നത് ഹക്കോനെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം കാണാനുണ്ട്. തീരെ ചെറിയ വഴിയിലൂടെയാണ് ഇപ്പോൾ യാത്ര. ശരിക്കും പറഞ്ഞാൽ 2 വേ ആണോ നമുക്ക് ഡൗട്ട് തോന്നും. അതുപോലെ ഇടുങ്ങിയ വഴികൾ. ശരിക്കും കേരളത്തിൻ്റെ ഒരു ഫീല് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം വീടുകളൊക്കെ ആണെങ്കിലും കേരളത്തിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള വീടുകളൊക്കെയാണ് ഇവിടെയും കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ സൈറ്റ്, ഒവാകുദൈനി ബോയിലിംഗ് വാലി. ഇത് അറിയപ്പെടുന്നത് ദ വാലി ഓഫ് ഹെൽ എന്നാണ്. ഇവിടെ കണ്ടത് ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും പുകഞ്ഞ് ഫ്യൂംസ് വരുന്നുണ്ട്. ഇതൊരു വോൾക്കാനിക് ഏരിയയാണ്. ഇവിടെ നിന്ന് വരുന്ന ഫ്യൂംസ് സൾഫർ ഫ്യൂംസ് ആണ്. അപ്പോൾ ഒരു വല്ലാത്ത ഒരു പ്രത്യേകതരം ഒരു ഗന്ധവും ഒരു ഫീലും ഒക്കെയാണ് ഈ ഒരു ഏരിയയ്ക്കുള്ളത്. വിസിറ്റേഴ്സിന് കുറച്ചുകൂടെ ഈസി ആക്കുന്ന തരത്തിലുള്ള ഏതോ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇഷ്ടം പോലെ സഞ്ചാരികൾ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ബ്ലാക്ക് എഗ്ഗ്. അപ്പം ഞങ്ങൾ ഈ ഫോട്ടോ എടുത്തേക്കുന്നത് ഒരു ബ്ലാക്ക് എഗ്ഗിൻ്റെ ഒരു വലിയ സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണ കോഴിമുട്ട തന്നെയാണ്. സൾഫർ കണ്ടൻ്റുള്ള വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത മുട്ട, അതിൻ്റെ തോട് അപ്പോൾ ബ്ലാക്ക് ആയിട്ട് മാറുകയാണ്. ഇവിടുത്തെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലത്തെ ഒരു മുട്ട കഴിച്ചാൽ നമ്മുടെ ആയുസ്സിൽ 7 വർഷം കൂടെ ആഡ് ചെയ്യപ്പെട്ടു എന്നാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1500 മീറ്ററോളം ഉയരത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ പോകുന്നത് റോപ്പ് വേയിലാണ്. അങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വോൾക്കാനിക് വാലിയുടെ മുകളിലൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒരു പ്രത്യേക ഗന്ധവും ഒക്കെ അനുഭവിച്ച് ഞങ്ങൾ പതുക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഞങ്ങൾക്ക് ചെല്ലേണ്ടത് ലേക്ക് ആഷിയിലേക്കാണ്. അവിടെ വളരെ വ്യത്യസ്തമായ ഒരു പുതിയൊരു അനുഭവം കൂടി ഉണ്ട് എന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പതുക്കെ നമ്മൾ ലേക്ക് ആഷിയിലേക്ക് എത്തുകയാണ്. ശരിക്കും നമ്മൾ കഥകളിൽ വായിച്ചിട്ടുള്ളതും സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുമായ പൈറേറ്റ് ഷിപ്പാണ് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ ആഷി ലേക്കിലൂടെ നമുക്കൊരു 30 മിനിറ്റ്സോളം വരുന്ന ഒരു റൈഡ് ഈ ഒരു പൈറേറ്റ് ഷിപ്പിലാണ്. അപ്പം ഈ ഒരു പൈറേറ്റ് ഷിപ്പ് കണ്ടപ്പം പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഷിപ്പിനുള്ളിലേക്ക് കയറുകയാണ്. അതിൻ്റെ ഓരോ കോണും ഭയങ്കര മനോഹരമായിരുന്നു. സഞ്ചാരികളുമായിട്ട് മറ്റു പല പൈറേറ്റ് ഷിപ്പുകളും ഈ ലേക്കിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഹക്കോനെ ഏരിയയിൽ സെൻട്രലായിട്ട് ഏകദേശം 7 കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു വലിയ ലേക്ക് തന്നെയാണ് ആഷി ലേക്ക്. ഇതിന് ചുറ്റിലും പ്രസിദ്ധമായ അനേകം അമ്പലങ്ങളുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ സമയം പോയതറിഞ്ഞില്ല. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലമായിട്ടുണ്ട്. അപ്പം ഏകദേശം 4-4:30 ആയിട്ടുള്ളൂ. സൺസെറ്റൊക്കെ ആയി തുടങ്ങി. Come down to the first floor. We are starting here. Thank you very much. രാവിലെ മുതൽ ഇങ്ങനെ ഓരോ ഡെസ്റ്റിനേഷനും കാണാനുള്ള ഓട്ടത്തിനിടയിൽ ഞങ്ങൾക്ക് ശരിക്കും ലഞ്ച് കഴിക്കാനുള്ള ടൈം ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലഞ്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഞ്ച് അവൈലബിൾ ആകത്തില്ല, അവരെല്ലാം ക്ലോസ് ചെയ്ത് കളയും. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടെ നിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച്, അതുപോലെ നമുക്ക് അവിടെ നിന്ന് ചൂടാക്കി എടുക്കാൻ പറ്റുന്ന റെഡി ടു ഈറ്റ് ആയിട്ടുള്ള സൂപ്പുകൾ, അങ്ങനത്തെ പല സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓരോരോ ഐറ്റം വെച്ച് ഞങ്ങൾ വാങ്ങിച്ച്
അതിനനുസരിച്ച് ഓരോന്നും ഞങ്ങൾ മാറിയിരുന്ന് ട്രൈ ചെയ്യുകയാണ്. വേസ്റ്റ് എല്ലാം ഇതിനകത്ത് നമ്മൾ തന്നെ പിടിക്കണം. ഇതെന്നെ സാധനം അത്രയും ഇഷ്ടപ്പെട്ടു. അത്ര ഞാൻ തന്നെ ട്രൈ ചെയ്യും. എടുത്തിട്ട് കഴിക്കും. Properly bite him. ഇഷ്ടപ്പെട്ടോ? ഇതല്ലേ ആണോ? ഒരു ദിവസം ഞാൻ വേണ്ടി ചോദിച്ചില്ലേ, ഗ്ലൂട്ടനസ് റൈസ് ഫ്ലവർ ഉണ്ടോ? റൈസ് ഫ്ലവർ ഉണ്ടോ? ഇത് നല്ല രസമുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ റെഡി ടു ഈറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ട്. ഒനിഗിരി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് കഴിക്കേണ്ടതെന്ന് ഞങ്ങളുടെ ഗൈഡ് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. Slowly. Because it's delicate, right? Yeah. And I just pour it straight, yeah? yes. More. And number 3 now. Okay. Don't be. Oh. Osaka. Nice. 1, 2, 3, and 4. So this is the first time. Yeah. This seaweed mixing with touching rice. Oh. That's the first time? Yes, this is the first time touching. Once they made. That makes sense. Because कैसे कहूँ मैं उसे? No, I understood. Because it'll become Or Soggy. soggy. Yeah. नीचे होगा. There it is. How is it? I haven't tried the filling yet, so I'm going. That's good. Oh my god. നല്ലതാണോ? എനിക്ക് ട്രൈ ചെയ്യണം. ഞാൻ ഈ ഫുഡൊക്കെ കഴിക്കുന്നത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ജപ്പാനിലെ ഫുഡിനെ കുറിച്ച്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഈ ജാപ്പനീസ് ഫുഡ് കഴിക്കുന്നതിൻ്റെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞപ്പോൾ എന്നോട് പിന്നെയും ചോദിക്കുകയാണ്, സത്യമായിട്ടും പറയുന്നതാണോ, ശരിക്കും അത് ടേസ്റ്റി ആണോ, കഴിക്കാൻ പറ്റുമോ? കുറേ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ജാപ്പനീസ് ഫുഡിനെ കുറിച്ച്. റോ ഫുഡാണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ല, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് അവിടെ പോകാതിരിക്കുന്നവരും അങ്ങനത്തെ ഫുഡ് ട്രൈ ചെയ്യാതിരിക്കുന്നവർക്കും ഒക്കെ ഒരു പ്രചോദനമായി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് ഇതെല്ലാം കഴിക്കുന്നതെന്ന്. കുറച്ച് സമയം കൂടി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ടോക്കിയോയിലേക്ക് പോവുകയാണ്. ഇനി 2.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഹോട്ടലിനടുത്തുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിൽ ഞങ്ങളെ അവർ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഫുഡും അവിടെ അവൈലബിൾ ആണ്. ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഷേപ്പിൽ പല ഫില്ലിങ്ങിലുള്ള ഒരു ഐറ്റം അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നു. ഞങ്ങൾ അവിടെ പോയി വാങ്ങാനായിട്ട് നിന്നു. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിൻ്റെ സൈഡിലത്തെ വിൻഡോയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. സാധനം സൂപ്പറായിരുന്നു കേട്ടോ. അതിനകത്തുള്ള കസ്റ്റാർഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര ഒറിജിനൽ കസ്റ്റാർഡ് ഫില്ലിംഗ് ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെ അതെല്ലാം കഴിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ദിവസത്തെ കാര്യങ്ങൾ മൊത്തം ഞാനിതിൽ കാണിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.